ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. സുനന്ദ പറയുന്നു, ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു, പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, എന്റെ സന്തോഷം എന്നേക്കുമായി മരിച്ചുപോയി നിധി, ഇനി ഒരിക്കലും അത് ഉണ്ടാകില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുനന്ദ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് വഴിയിൽ വെച്ച് ഗോപി പോലീസും സുധീഷും കൂടി കാണുകയാണ്. നമസ്കാരം എന്ന് പറഞ്ഞ ഗോപി അരികിലേക്ക് വരുമ്പോൾ ഒരു ജ്യൂസ് എടുത്തു കൊടുക്കുകയാണ് സുധീഷ്. ഗോപി ചോദിക്കുന്നു, എന്താടാ ജ്യൂസ് ഒക്കെ ആയിട്ട്, ആളെ കുപ്പിയിലിറക്കാനാണോ? സുധീഷ് പറയുന്നു, എന്താ സാറേ ഇത്, സാറ് സ്കൂട്ടറിൽ വെയില് കൊണ്ട് വന്നതല്ലേ, അതുകൊണ്ടാ, ഒന്ന് തണുക്കാനേ. ഗോപി പറയുന്നു, ഈ വെയിലൊന്നും ഗോപി പോലീസിന്റെ പുത്തരിയല്ലടാ. സുധീഷ് പറയുകയാണ്, സാറ് കളിക്കാതെ അങ്ങ് കുടിച്ചേ. ഗോപി പറയുന്നു, നിന്റെ ഭാര്യ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ചിരുന്നു, ഇനിയും ഡിവോഴ്സ് ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചില്ലേ? സുധീഷ് പറയുന്നു, അതുകൊണ്ടല്ലേ സാറേ ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. ഞാൻ സാറിനെ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ വിചാരിച്ചത്. പക്ഷെ സാറ് ഒരു വീട്ടിലെ കാരണവർ എന്തൊക്കെയോ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുക, അത് ഈ അനിയന് വേണ്ടി ചെയ്തു സാറ്. നന്ദിയുണ്ട് സാർ, 1000 നന്ദിയുണ്ട്. അങ്ങനെ സുധീഷ് കരയുമ്പോൾ ഗോപി പറയുന്നു, അയ്യോടാ അച്ചോടാ, ഇങ്ങനെ പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങല്ലേടാ മോനെ. പുരുഷനും പട്ടിയും കരയുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കൂല, അതാ. സുധീഷ് പറയുന്നു, സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല, സാർ എന്റെ ദൈവമാ. ഗോപി പറയുന്നു, അത് വിട്, ആ പെണ്ണിന്റെ പ്രശ്നം തീർന്നോ ഇല്ലയോ അത് പറ. സുധീഷ് പറയുകയാണ്, തീർന്നോന്നോ സാറേ, അതിനുശേഷം ആ വാക്ക് അവള് മിണ്ടിയിട്ടില്ല സാറേ. ഗോപി ചോദിക്കുന്നു, അപ്പൊ ആ പെണ്ണ് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു? പോലീസുകാർ അങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് ആ കുട്ടിക്ക് അറിയില്ലേ? സുധീഷ് പറയുന്നു, അവളൊരു പാവമാണ് സാറേ, കാര്യം ഡിഗ്രി ഒക്കെ കഴിഞ്ഞെങ്കിലും ഈ ലോക വിവരം ഇത്തിരി കുറവാ. ഗോപി പറയുന്നു, അത് ശരിയാ, അല്ലെങ്കിൽ നിന്നെ പോലൊരുത്തനെ പ്രേമിക്കില്ലല്ലോ. സുധീഷ് പറയുന്നു, സാറേ അതല്ല സാറേ. പിന്നെ എന്താ? ഗോപി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്നെ പോലെ അവൾക്കും സാറിനെ അത്രയ്ക്ക് വിശ്വാസമാ. സാറ് പറഞ്ഞാലേ അവൾക്ക് ഈ ദൈവമൊക്കെ പറയുന്നത് പോലെയാ. ഗോപി ചോദിക്കുന്നു, അത്രയ്ക്ക് വേണോ? സുധീഷ് പറയുകയാണ്, അതെ സാർ, ശരിക്കും അവളുടെ ചിറ്റപ്പനെ പോലെയാണ് അവൾക്ക് സാറ്. ഗോപി പറയുന്നു, നിനക്ക് ചേട്ടൻ, അവൾക്ക് ദൈവവും ചിറ്റപ്പൻ മനസ്സിലാകുന്നുണ്ട്. സുധീഷ് പറയുന്നു, അതെ സാർ, സാറിന്റെ ഫോൺ വന്നതിന് ശേഷം അവള് പറഞ്ഞതാ. ഗോപി പറയുന്നു, ഞാൻ ചിറ്റപ്പനാണെന്ന്. സുധീഷ് പറയുന്നു, അതല്ല സാറേ, സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഡിവോഴ്സ് എന്ന വാക്കേ അവള് മിണ്ടില്ലാന്ന്. ഗോപി പറയുന്നു, ഓ അത് പോലീസിനെ പേടിയുള്ളത് കൊണ്ടാ. സുധീഷ് പറയുകയാണ്, അല്ല സാർ അല്ല, അത് ബഹുമാനം കൊണ്ടാ. ഗോപി പറയുന്നു, തൽക്കാലം ആ ബഹുമാനം അവിടെ വെച്ചേക്ക്. അവളോട് സംസാരിച്ചപ്പോൾ ഞാൻ നിന്നെ പറ്റി ചോദിച്ചു, അവൾ ഒരു കുഴപ്പവും നിന്നെ പറ്റി പറയാത്തത് നിന്റെ ഭാഗ്യം. തിരിച്ചായിരുന്നെങ്കിൽ പോലീസിന്റെ ചില പ്രത്യേക മുറകള് നീ അറിഞ്ഞേനെ. അതെന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ്, നിങ്ങളുടെ കല്യാണം നടത്തിയ പോലീസ് സ്റ്റേഷന്റെ പുറകില് ഒരു തെങ്ങുണ്ട്, അതിന്റെ പച്ചീർക്കില് പണിയായേനെ. പക്ഷെ ആ കുട്ടി നിന്നെ പറ്റി കുറ്റമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. സുധീഷ് പറയുന്നു, എന്നാലും ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിലേ ഒരു വലിയ മനസ്സ് വേണം സാറിന്. നിങ്ങളൊരു വലിയ മനസ്സിന്റെ ഉടമയാ. ഗോപി ചോദിക്കുന്നു, ശരിക്കും? സുധീഷ് പറയുകയാണ്, അതെ സാർ, അന്ന് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടക്കാൻ തന്നെ കാരണം സാറാ. അവിടെ വെച്ച് കെട്ടാമെന്ന് സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ലൈഫ് തന്നെ മാറിപ്പോയേനെ. സത്യത്തിൽ എന്റെ പ്രണയത്തിന് വേണ്ടി പോരാടിയാണ് സാർ എന്റെ കല്യാണം നടത്തി തന്ന ആ പുരോഹിതൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഗോപി പറയുന്നു, നിർത്ത്, ചിറ്റപ്പൻ, ദൈവം, പോരാളി, പുരോഹിതൻ, നീ എവിടേക്ക് ഈ പറഞ്ഞു പോകുന്നത്? സുധീഷ് പറയുന്നു, സത്യമായിട്ടും ഈ പറഞ്ഞതിനെല്ലാം മുകളിലാണ് സാറേ എന്റെ മനസ്സിൽ സാറിന് സ്ഥാനം. അന്ന് രാത്രി ഡ്യൂട്ടി പോലും മാറ്റിവെച്ച് സാർ എന്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയേനെ സാർ. ഗോപി പറയുന്നു, എടാ മോനെ സുധീഷേ, 10 രൂപയുടെ ഒരു മാംഗോ ജ്യൂസും തന്ന് കുറെ പുകഴ്ത്തി വിട്ടാൽ ഞാനങ്ങ് ഹാപ്പിയായി എമ്പക്കവും വിട്ട് പോകുമെന്നാണോ നീ വിചാരിച്ചത്? പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോടാ? ഓ സാറിന് സുധീഷ് പറയുമ്പോൾ ഗോപി പറയുന്നു, എന്നെ എടുക്ക് സാർ, എനിക്ക് പോണം സാർ. സുധീഷ് പുതിയൊരു ഫോൺ എടുത്തു കൊടുക്കുകയാണ്. അത് വാങ്ങി ഗോപി ചോദിക്കുന്നു, ഇതിന്റെ പിന്നിൽ പരമശിവനെ പോലെ 3 കണ്ണുള്ള ഫോണാണോ അതോ 2 കണ്ണുള്ള ഫോണാണോ? സുധീഷ് പറയുന്നു, മനുഷ്യന്മാരുടെ പോലെ 2 കണ്ണേ ഉള്ളു സാർ. ഗോപി പറയുകയാണ്, തൽക്കാലം മനുഷ്യനായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ആ കുട്ടി ഈ ദൈവത്തെ വിളിച്ചാൽ ദൈവത്തിന് കൊടുക്കുന്നത് പോലെ ചില കാണിക്ക വേണ്ടി വരും, അറിയിക്കാം. ശരി സാറിന് സുധീഷ് പറയുമ്പോൾ ഗോപി പറയുകയാണ്, എന്നാ പിന്നെ കഴിക്കാം സർ, നിന്നെ കാണാൻ വന്നതുകൊണ്ട് ഞാനൊന്നും കഴിക്കാതെയാണ് വന്നത്. വണ്ടി ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിട്. സുധീഷ് പോക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഗോപി ചോദിക്കുന്നു, എന്താ കാശില്ലേ? ഉണ്ട് സാറിന് സുധീഷ് പറയുമ്പോൾ ഗോപി പറയുകയാണ്, എന്നാ വണ്ടി എടുത്തോ. വരൂ സാർ. നാശം എന്ന് പറഞ്ഞ സുധീഷ് ബൈക്കിലേക്ക് കയറുമ്പോൾ ഗോപി പറയുന്നു, ശരിയാ, ദൈവത്തെ ചിലര് അങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് ബൈക്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ഗോപി. പിന്നീട് കാണിക്കുന്നത് നികേഷും നിധിയും കൂടി ലൂഡോ കളിക്കുകയാണ്. നിധി പറയുന്നു, വീട്ടിൽ ഞാനും നിഹാരയും കൂടി ലൂഡോ കളിക്കും. ആരാ നിഹാരെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, എന്റെ ചേട്ടന്റെ മോള്, ഭയങ്കര കുറുമ്പാ. ഈ സമയം ക്ഷീണത്തോടുകൂടി അവിടേക്ക് വന്നിരിക്കുകയാണ് സുഭാഷ്. എന്തുപറ്റി സുഭാഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, രാവിലെ മുതല് ഒരേ തലവേദന, നേരത്തെ എങ്ങി പോന്നു. നിധി ചോദിക്കുന്നു, അയ്യോ മരുന്നൊന്നും വാങ്ങിയില്ലേ? സുഭാഷ് പറയുന്നു, ഏയ് അത് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളൂ. നിധി പറയുകയാണ്, അത് ശരിയാകില്ല. നികേഷ് നീ പോയി തലവേദനയ്ക്ക് ഗുളിക വാങ്ങിട്ട് വാ, ഞാൻ അപ്പോഴേക്കും കടുപ്പത്തിൽ ഒരു ചായ ഇടാം. ഗുളികയൊന്നും വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്നാ ഞാൻ ചായ ഇടാം. സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, ഞാൻ പിന്നീട് കുടിച്ചോളാം.
നിധി ചോദിക്കുന്നു അതെന്താ ഞാൻ ഇട്ട് തന്നാ കുടിക്കില്ലേ, ഇവിടെ ഇരിക്കെ ഞാനിപ്പോ വരാം. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിച്ചു മൂടുമ്പോൾ നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധി സുഭാഷിനും നികേഷിനും ചായ കൊണ്ട് കൊടുക്കുകയാണ്. അത് കുടിച്ചു നോക്കിയിട്ട് സുഭാഷ് പറയുന്നു നല്ല ചായ. നികേഷ് പറയുകയാണ് പെർഫെക്റ്റ് ഏട്ടത്തി. നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുഭാഷ് ഏട്ടന് സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ടോ? സുഭാഷ് ചോദിക്കുന്നു അതെന്താ അങ്ങനെ ചോദിച്ചത്? നിധി പറയുകയാണ് ഉത്തരം പറ. ഏയ് അതൊന്നും ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് സുനന്ദയെ സുഭാഷ് ഏട്ടന് ഇഷ്ടമായിരുന്നില്ലേ? സത്യം പറയണം, അവളുടെ കല്യാണം ഉറപ്പിച്ചതില് സുഭാഷ് ഏട്ടന് സങ്കടമില്ലേ? ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ് പക്ഷേ സുഭാഷ് ഏട്ടനെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ട്. സുഭാഷ് പറയുന്നു മോളെ നടക്കാത്ത വിഷയം ഞാൻ ആലോചിക്കാറില്ല. ഈ വീട് എന്താണെന്നും ഇവിടെയുള്ളവരുടെ നില എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാറില്ല. നിധി ചോദിക്കുന്നു അപ്പോ സുനന്ദയെ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ സുഭാഷ് ഏട്ടൻ ഓക്കെ ആണോ? സുഭാഷ് പറയുന്നു എനിക്ക് അതിലെന്ത് പ്രസക്തി, എനിക്കിപ്പോ എന്താ പ്രശ്നം? അവൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നടക്കട്ടെ. അതൊരു വെകിളി പിടിച്ച പെണ്ണ, നല്ലൊരു ബന്ധം കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാ പോരെ, അവിടെ ജീവിതം നന്നാകട്ടെ. അങ്ങനെ സുഭാഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നിധിയും നികേഷും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിധിയും സുധീഷും വക്കീൽ ഓഫീസിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ വക്കീല് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. ടിറ്റോ സാർ ചോദിക്കുന്നു ജൂനിയർ വക്കീൽ സാറേ എങ്ങനെയുണ്ട്? വക്കീൽ പറയുന്നു എടാ അപ്രന്റീസെ, നീ എന്നെ ജൂനിയർ വക്കീൽ എന്നൊന്നും വിളിച്ച് കളിയാക്കണ്ട. ഒരു ദിവസം ഞാനും സീനിയർ ആകും, എന്റെ കീഴിലെ വേറെ ജൂനിയേഴ്സ് വരും, അന്ന് നീ ഇവിടെ അപ്രന്റീസ് ആയിരിക്കും. ഇത് കേട്ട് ചന്തു പറയുന്നു അത് കറക്റ്റ്, പക്ഷേ ടിറ്റോ അപ്രന്റീസായി ജോലി ചെയ്യുന്നത് ഇവിടെ ആയിരിക്കില്ല, ഞാൻ തുടങ്ങാൻ പോകുന്ന ആ വർക്ക്ഷോപ്പിലായിരിക്കും. ടിറ്റോ പറയുന്നു ഒന്ന് പോടാ. അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു എന്താ വക്കീലെ രാവിലെ തന്നെ? വക്കീൽ പറയുകയാണ് അതെ, കോടതിയിൽ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊരു മിസ്സിങ്. ടിറ്റോ പറയുന്നു അങ്ങനെ കേസിൽ മിസ്സിങ് വരുന്നത് കൊണ്ടാണല്ലോ സീനിയറായി കയറ്റം കിട്ടാത്തത്. വക്കീല് പറയുന്നു എടാ അടി വാങ്ങുന്നേ, ഓഫായി പോകുന്നുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വക്കീല് പറയുകയാണ് ഇല്ല, ഇടയ്ക്ക് കണക്ഷൻ പോകുന്നത് പോലെ, ഒരു മിസ്സിങ് അപ്പൊ തന്നെ ശരിയാകും. ഹരീഷ് പറയുന്നു എടാ ടിറ്റോ ആ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തേ. അയ്യോ നമ്മള് വരും അപ്രന്റീസ് അല്ലേ എന്ന് ടിറ്റോ പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് എടാ അതുകൊണ്ടാ പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്, എഞ്ചിൻ അഴിക്കാൻ പറഞ്ഞില്ലല്ലോ, വന്ന് ചെയ്യടാ. വക്കീല് പറയുന്നു ഹരീഷ് ഞാൻ നിന്നെ ഒരാഴ്ചയായിട്ട് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെ നല്ല ബിസി ആയിപ്പോയി. എന്താ വക്കീലെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു വാ പറയാം. അങ്ങനെ ഹരീഷിനെ മാറ്റി നിർത്തി വക്കീല് പറയുന്നു എടാ കഴിഞ്ഞ ആഴ്ച എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, നിന്റെ ചേട്ടനില്ലേ ആ ഡ്രൈവർ? ഹരീഷ് പറയുന്നു ആ സുധീഷ് ചേട്ടൻ. വക്കീല് പറയുകയാണ് ആൾ ഓഫീസിൽ വന്നിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു കൂടെ, എനിക്ക് ആളെ മനസ്സിലായി, പക്ഷേ ഞാൻ അങ്ങോട്ട് പരിചയപ്പെടാൻ പോയില്ല. എന്തിനാ അവര് വന്നെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ വക്കീല് പറയുകയാണ് അറിഞ്ഞപ്പോഴാ നിന്നോട് വന്ന് പറയണമെന്ന് തോന്നിയത്, അവർക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു ഡിവോഴ്സോ? വക്കീല് പറയുന്നു പക്ഷേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റിയില്ല, ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നില്ല, പിന്നെ വന്നിട്ടുമില്ല. എടാ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞാ പരിഹരിക്കാൻ നോക്ക്, വെറുതെ എന്തിനാ കോടതിയും കേസുമായിട്ട്? അവരുടെ കല്യാണം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ടിറ്റോ പറയുന്നു സ്കൂട്ടർ സ്റ്റാർട്ടായി. വക്കീല് പറയുകയാണ് എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയായി? ഹരീഷ് പറയുകയാണ് അതൊക്കെ പിന്നെ പറയാം, ശരി പോട്ടെ എന്ന് പറഞ്ഞ് വക്കീൽ എവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് നിധി പച്ചക്കറികൾ അരിയുന്നത് കണ്ട് അരികിലേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നു ഏട്ടത്തി എന്തേ ചെയ്യുന്നത്? നിധി പറയുകയാണ് ഒന്നുമില്ലടാ, സുഭാഷ് ഏട്ടന് തലവേദനയല്ലേ, കിടക്കട്ടെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വെച്ചു. അയ്യോന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ് എന്തേ? നികേഷ് പറയുകയാണ് ഈ വയറ് പ്രശ്നമായാൽ തലവേദന വരുമല്ലോ, ഇനിയിപ്പോ അത് കൂടുകയല്ലേ ഉള്ളൂ. നിധി ചോദിക്കുന്നു എങ്ങനെ? നീ എന്റെ കാലുവാരാൻ നിൽക്കുകയാണല്ലേ? അത് വേണ്ട കേട്ടോ, ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. നികേഷ് ചോദിക്കുന്നു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാമെന്നേ. നിധി പറയുന്നു വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യാം. നികേഷ് പറയുകയാണ് ഇതത്ര നിസ്സാര കാര്യമല്ല കേട്ടോ. നിധി പറയുന്നു എനിക്കറിയാം, നീ ഉപദേശിക്കാൻ വരണ്ട. നികേഷ് പറയുന്നു ഏട്ടത്തി ചോറും കറിയും മെഴുകുപുരട്ടിയും ഒക്കെ വേണം. നിധി പറയുന്നു ഒരുപാട് വീഡിയോസ് ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആളുകൾ ഓൺലൈനിൽ ഇടുന്നുണ്ട്, നമുക്ക് അത് നോക്കി ചെയ്യാം. നികേഷ് ചോദിക്കുന്നു നമുക്കോ? ഞാനും ഉണ്ടോ കൂടെ? നിധി പറയുകയാണ് അതെ, സുഭാഷ് ഏട്ടന് സുഖമില്ലെങ്കിൽ നമ്മളല്ലേ ചെയ്യേണ്ടത്, ആ പാവം വയ്യാതെ പോയി കിടക്കുക, എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഉഗ്രം ഫുഡ് തയ്യാറാക്കാം, വാസന വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. നികേഷ് പറയുന്നു അതിനാ പോയി നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി വെക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നിധി പറയുന്നു ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കല്ലേ, സുഭാഷ് ഏട്ടൻ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതല്ലേ, ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആൾക്ക് സന്തോഷമാകില്ലേടാ. നികേഷ് ചോദിക്കുന്നു ഉറപ്പാണോ? ഉറപ്പെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ് എന്നാ തുടങ്ങാം, ഒരു മിനിറ്റ് സാധനങ്ങളൊക്കെ അടുപ്പിച്ചാൽ. അങ്ങനെ നികേഷും നിധിയും കുക്ക് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. കലം എടുത്തിട്ട് നിധി ചോദിക്കുന്നു നികേഷ് 6 പേർക്ക് എത്ര അരി ഇടണം? 6 ഗ്ലാസ് ഇട്ടാലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു കൂടുതലാകുമോ? നികേഷ് പറയുന്നു ചിലപ്പോ കൂടുതലാകും. നിധി പറയുകയാണ് തികയാതെ വന്നാലോ? അപ്പൊ നികേഷ് പറയുന്നു ചിലപ്പോ തികയാണ്ട് വരും. നിധി ചോദിക്കുന്നു എല്ലാവരും കൂടി കഴിക്കില്ലേ? നികേഷ് പറയുകയാണ് എല്ലാവരും കൂടിയാൽ കഴിക്കും, ബാക്കിയാകുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ആ ബാക്കിയാകും കേട്ടോ. അപ്പൊ കളയേണ്ടി വരില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് കളയേണ്ടി വരും. ഉണ്ടാക്കിയിട്ട് കളയുകയോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ആ ഉണ്ടാക്കിയിട്ട് കളയാൻ പറ്റില്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നു നീ എന്താ കലാഭവമണിയുടെ കോമഡി വീഡിയോ പോലെ സംസാരിക്കുക, ഒരു തീരുമാനം പറയടാ. നികേഷ് പറയുന്നു ഏട്ടത്തി 5 ഗ്ലാസ് മതി, അതാ പാത്രത്തിലേക്ക് എടുത്തിട്ട്. അവിടേക്ക് വന്ന
സുഭാഷ് ചോദിക്കുന്നു, എന്തേ കാണിക്കുന്നത്? നികേഷ് പറയുകയാണ്, ഇന്നത്തെ പാചകം ഏട്ടത്തിയുടെ വകയാണത്രേ. അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, അതൊന്നും വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വയ്യല്ലോ, പോയി കിടന്നോളൂ, ഞങ്ങള് നോക്കിക്കോളാം. നികേഷ് പതിയെ പറയുന്ന സുഭാഷിനോട് പറയുമ്പോൾ മരമാക്രീന്ന് വിളിക്കുകയാണ് നിധി. നികേഷ് പറയുന്നു, ഇത് വൃത്തിയായിട്ട് ചെയ്യാനേ ചേട്ടനെ പോലെ നമുക്ക് അറിയില്ല ഏട്ടത്തി. നമുക്ക് വേണമെങ്കിൽ ഈ വീട് മൊത്തം അടിച്ചു വൃത്തിയാക്കാം, തുണി കഴുകാം, മുറ്റം അടിക്കാം. പക്ഷെ അത് വേണ്ട ഏട്ടത്തി. ഒരു ഓംലേറ്റ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഏട്ടത്തിയുടെ പരീക്ഷണം തലവേദന എടുത്തു നിൽക്കുന്ന സുഭാഷ് ഏട്ടനെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരെയും കക്കൂസിലാക്കും. നിധി പറയുന്നു, കഴുതേ, നീ എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഇന്ന്. അങ്ങനെ നിധി ചുറ്റും നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, എന്തീ നോക്കുന്നത്? ഒരു ചട്ടുകം എടുത്ത് നിധി നികേഷിനെ അടിക്കാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം, അതുപോലെ അങ്ങ് ചെയ്യാം. നികേഷ് പറയുന്നു, ഗുഡ് ഐഡിയ. അല്ലെങ്കിലും ഈ പരിശീലനം ഇല്ലാതെ ഒന്നും ചെയ്യരുതെന്നാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുഭാഷ്. നിധി ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താടാ ഒരു ചിരിയൊക്കെ? നികേഷ് പറയുകയാണ്, അതെ, അത് സുധീഷ് ഏട്ടനോട് പറയാനുള്ളതല്ല, ഞങ്ങൾ അടുക്കളക്കാരുടെ തമാശ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. സുഭാഷ് പറയുന്നു, ഞാനില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോ അടി കിട്ടിയേനെ. വാ, എന്താ വെക്കേണ്ടത്? നികേഷ് പറയുന്നു, ഫ്രൈഡ് റൈസ്. സുഭാഷ് ചോദിക്കുന്ന, ഫ്രൈഡ് റൈസോ? നിധി ആദ്യങ്ങിതാ. നിധി ചോദിക്കുന്നു, ആദ്യം ഇടണ്ടേ? അങ്ങനെ അവർ പാചകം തുടങ്ങുകയാണ്. ഈ സമയം ദേഷ്യത്തോടുകൂടി വീട്ടിലേക്ക് വരികയാണ് ഹരീഷ്. ഹാളിൽ നിൽക്കുന്ന സുധീഷിനെ കണ്ട് ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് ഹരീഷ്. ഞെട്ടി സുധീഷ് ചോദിക്കുന്നു, എടാ ഷർട്ടിന്ന് വിടാൻ എന്തേ കാണിക്കുന്നത്? എടാ വിടടാ. ഹരീഷ് ചോദിക്കുന്നു, ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ ഇങ്ങേര്? ഇത് കിട്ടി ഞെട്ടി ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, ആദ്യം നീ ഷർട്ടിന്ന് വിട്ടെ. പറയുന്ന ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഹരീഷെ വിടെന്ന് പറഞ്ഞ അവിടെ കൂടി വരികയാണ് സുഭാഷ്. നികേഷും നിധിയും അവിടെ കൂടി വരുന്നു. ഹരീഷ് പറയുകയാണ്, ചേട്ടൻ വിട്, ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ ഇങ്ങേര്? ഇത് കിട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. നികേഷ് ചോദിക്കുന്നു, ഡിവോഴ്സോ? ഹരീഷ് പറയുകയാണ്, പറ, ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയോന്ന്? എടാ നീ വിട്ടേന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടോ. സുധീഷ് പറയുന്നു, അതൊന്നുമില്ല, നീ കൈയെടുത്തേ. സുഭാഷ് പറയുന്നു, എടാ ഹരീഷെ, നീ എന്തൊക്കെയാടാ പറയുന്നത്? സുധീഷ് ഡിവോഴ്സിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയോ? നികേഷ് പറയുന്നു, ദേ വെറുതെ ഓരോന്ന് പറയല്ലേ ഹരീഷ് ഏട്ടാ. സുധീഷ് ഏട്ടൻ എന്തിനാ പോകുന്നത്? ഹരീഷ് പറയുന്നു, ഞാൻ പറഞ്ഞത് സത്യമാടാ. ഇവര് വക്കീല അരുൺ ഭാരതിയെ കാണാൻ പോയിരുന്നു. അയാളുടെ ജൂനിയർ ബിജു എന്റെ റെഗുലർ കസ്റ്റമറാ. ഇന്ന് അയാളുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. അപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ പറയട്ടെ? പറ സുഭാഷ് ഏട്ടാ, പറയടോ. നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോയോ ഇല്ലയോ? ഇതിനു വേണ്ടിയാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി വിവാഹം കഴിച്ചത്? കല്യാണം കഴിഞ്ഞ 2ാം നാള് ഡിവോഴ്സ് വാങ്ങാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്തത്? പറയടോ, പറയാൻ. സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷിനെ വിട്ടേക്ക്. സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ ഡിവോഴ്സ് ചോദിച്ചത്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ഹരീഷും നികേഷും സുഭാഷും എല്ലാം. നികേഷ് ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, എടാ നീ അത് വിട്ടേക്ക്, നമുക്കത് പിന്നെ സംസാരിക്കാം. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഡിവോഴ്സ് ചോദിച്ചെന്നോ? എന്തിന്? ഈ വീട് ഇഷ്ടമാകാത്തത് കൊണ്ടാണോ? അതോ ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടാണോ? ഞങ്ങളോടൊക്കെ ഇത്രയും നേരം വരെ എത്ര നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതാ. ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഏട്ടത്തി. ഹരീഷ് ഏട്ടൻ പറഞ്ഞത് സത്യമാണോ? പറ ഏട്ടത്തി. ഹരീഷ് പറയുന്നു, എന്താ ഈ ഡിവോഴ്സിന്റെ കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പറഞ്ഞ പച്ചക്കള്ളം അല്ലേ? ഈ വീടിനെ പറ്റി, ഞങ്ങളെ പറ്റി, ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ പറ്റി, എന്തിന് ഏട്ടത്തിക്ക് വേണ്ടി സെറ്റപ്പ് ആക്കിയ ഫേക്ക് ഇന്റർവ്യൂ വരെ എല്ലാ നുണയും പൊളിഞ്ഞപ്പെടല്ലേ? ഇങ്ങനെ ഒരു പെരും നുണയന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഏട്ടത്തി ഡിവോഴ്സ് ചോദിച്ചത്. ഇതെല്ലാം കേട്ട് നിധി പൊട്ടിക്കരയുകയാണ്. ഹരീഷ് പറയുന്നു, ഏട്ടത്തി ചോദിക്കുന്നത് ശരിയല്ലേ? അല്ലേ? പറയടോ, ഏട്ടത്തി ചോദിക്കുന്നത് ശരിയല്ലേന്ന്. അങ്ങനെ ഹരീഷ് വീണ്ടും സുധീഷിന്റെ ഷർട്ടിൽ കുത്തി പിടിക്കുകയാണ്. എടാ വിടടാന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുന്നു, എടോ ഇയാൾക്ക് വാ തുറന്നാൽ നുണ മാത്രമല്ലേ വരും. വീടിനെ പറ്റിയുള്ള ആക്ഷേപം മറയ്ക്കാനെന്ന പേരിൽ ഒരു നുണയുടെ പിന്നിൽ മറ്റൊരു നുണ, അത് മറയ്ക്കാൻ വേണ്ടി വേറൊരു നുണ, അവസാനം ഡിവോഴ്സ് വരെ എത്തി. അവസാനം ഈ കാര്യത്തിൽ നാട്ടുകാർ പറഞ്ഞത് ശരിയായില്ലേ? സ്ത്രീകൾ വാഴാത്ത സ്ഥലമായി മാറിയില്ലേ ഇത്? ഇങ്ങേരായിട്ട് തന്നെ അതും കൂടി അടിവരയിട്ട് തന്നില്ലേ? ആളുകളുടെ മുഖത്ത് നോക്കി കള്ളം പറയരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അവസാനം എല്ലാം പുറത്തു വരും, എല്ലാവരും ഇത് അറിയുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ദേ ആ ദിവസം എത്തി. പറയടോ, സത്യം പറയാൻ. എന്താടോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? വിടടാ എന്ന് പറഞ്ഞ് സുധീഷ് കൈ തട്ടി മാറ്റുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇത്ര വലിയൊരു കാര്യം നടന്നിട്ടും ഒരു കുലുക്കോ ഇല്ലല്ലോ സുഭാഷ് ഏട്ടന്? സുഭാഷ് ഏട്ടന്റെ നിൽപ്പ് കണ്ടാൽ അറിയാം എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. സത്യം പറ, ഇവരുടെ ഇടയിൽ എന്താ പ്രശ്നം? ഞങ്ങളിൽ നിന്ന് മാത്രമായിട്ട് വാർച്ചു വെക്കുന്ന രഹസ്യം എന്താ? ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷും നിധിയും സുധീഷും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഹരീഷ് ചോദിക്കുന്നു, ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ കല്യാണം കഴിച്ച് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ സന്തോഷിക്കുകയല്ലേ ചെയ്തത്? എടോ ഇങ്ങേർക്ക് വേണ്ടി ആഘോഷിക്കുകയല്ലേ ചെയ്തത്? അങ്ങനെ ഹരീഷ് സുധീഷിനെയും സുഭാഷിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സൈക്കിളിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. അകത്തെ സംസാരം കേട്ട് പുറത്തു നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ. കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാ കാരണം. ഡിവോഴ്സ് ചോദിച്ചത് ഞാനാ, ഡിവോഴ്സ് ആവശ്യമുള്ളതും എനിക്ക്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഭാസ്കരനും ഹരീഷും നികേഷും എല്ലാം. നടന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ് സുഭാഷ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.
subscribe, like and share my channel.